എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 18 സാറ്റർഡേ 2026. അപ്പോൾ വീക്കെൻഡാണ്, കുറച്ച് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ലാസ്റ്റ് വീക്കിലെ ലെവൽസ് ഒന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മളെ ലെവൽസ് വർക്ക് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, 500 ചാർട്ടാണ്, 5 മിനിറ്റ് ചാർട്ടാണ്. ഓൾറെഡി ഞാൻ ലെവൽസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കഴിഞ്ഞ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ ബൈ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ മേലെ ആക്റ്റീവാണ് മാർക്കറ്റ്. ഇതിൻ്റെ ലെവലിൻ്റെ മേലെ പോയി റീടെസ്റ്റിൽ നമ്മൾ ബൈ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5 പോയിൻറ്റിൻ്റെ SL ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് പക്ഷേ ബൈ ലെവലിലേക്ക് വന്നിട്ടില്ല, ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എവിടെയായിരുന്നു? തിങ്കളാഴ്ച. ഓക്കെ, ഇതാണ് തിങ്കളാഴ്ച മാർക്കറ്റ് നമ്മളെ സെല്ലാണ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ലെവൽ എന്ന് പറയുന്നത് 89 to 98, ഏകദേശം ഒരു 10 പോയിൻറ്റിൻ്റെ SL നമുക്ക് എന്ത് ചെയ്തത്, സെൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 98, 99. ഓക്കെ, ഓൾമോസ്റ്റ് 100 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 10 പോയിൻ്റ് ആയിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, 14 ജൂണിലേന് വീണ്ടും നമ്മളെ ലെവലിൽ വന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറക്റ്റ് ലെവലിലാണ് മാർക്കറ്റ് റിജക്ഷൻ എടുത്ത് ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. ഏകദേശം 93 ഞാൻ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 130 പോയിൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 93 റേഞ്ച്. ഓക്കെ, 93 എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഇത് ലെവൽസ് അടക്കം ഏകദേശം 136 പോയിൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മളെ പിക്ചർ എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു. എവിടെ നിന്നാണ് മാർക്കറ്റ് ബൈ വന്ന് ഓൾമോസ്റ്റ് അതിൻ്റെ താഴെ പോയിട്ടാണ് ബൈ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്കിലി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ഈസിയാണ്. നിങ്ങൾ വോളിയം പ്രൊഫൈലും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലാസ്റ്റ് വീക്കിലുള്ള ലെവൽസ് എടുക്കുക, നിങ്ങൾക്ക് ട്രേഡ് ചെയ്താൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഉള്ളത് ഞാൻ ടെലിഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നാളെ ടൈം ഉണ്ടെങ്കിൽ നാളെ വീഡിയോ ഇടും, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീക്കിൽ ലെവൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് എത്ര പോയിൻ്റ്, ഒരു 5 പോയിൻ്റ് റിസ്ക് എടുത്ത ഒരാൾക്ക്, ഓക്കെ, ഒരു $5 റിസ്ക് എടുത്ത ഒരാൾക്ക് ഏകദേശം $130 മേലെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, $5 എടുത്ത് $50 ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ വോളിയം പ്രൊഫൈലിൻ്റെ ഫീ അടച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തന്ന ലെവൽസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീ റിക്കവർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ചെറിയ ഫീലാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ലെവൽസ് ഉണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വർക്ക് ചെയ്ത് എത്രത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓയിൽ നമ്മൾ മൺഡേ തന്നെ നമ്മളെ ലെവലിൻ്റെ മേലെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ബൈയിങ് ലെവൽ. ഇതിൻ്റെ താഴെയായിരുന്നു നമ്മളെ സെല്ലിങ് ലെവൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബൈയിങ് ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 11% മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെൽ ലെവൽ ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ നാച്ചുറൽ ഗ്യാസ് നമ്മളെ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ലെവലിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, ഈ ഒരു ലെവലാണ്. പക്ഷേ അത് വന്നിട്ടില്ല, മേലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം GBP JPY. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊടുക്കാറുള്ളത്, നമ്മൾ കൊടുക്കുന്നത് ഗോൾഡ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പിന്നെ GBP JPY. ഓക്കെ, GBP JPY നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മേലെ ബൈ ആക്റ്റീവാണ്, സെൽ ആക്റ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ താഴെയാണ്. പക്ഷേ ഡിസ്കൗണ്ടിൽ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 1% മൂവ് ഇതിൻ്റെ മേലെ ലെവലിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് എടുത്തു, അവിടെ നിന്നാണ് ഹെവി ആയിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 4 വീക്കായിട്ടാണ് കണ്ടിന്യൂസ് ഇടുന്നത്. 4 വീക്കിനകത്തും ഹെവി ആയിട്ടുള്ള മൂവാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനകത്തും കിട്ടിയിട്ടുള്ളത്. നാച്ചുറൽ ഗ്യാസ് മാത്രമാണ് നമുക്ക് 2 ആഴ്ച നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടായിട്ടില്ല. ഒരാഴ്ച മാത്രമാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആക്റ്റീവായ കഴിഞ്ഞ ആഴ്ചയായിരുന്നു സെൽ ആക്റ്റീവ് ആയത്. ഓൾമോസ്റ്റ് 7% മൂവ് നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫോറക്സിൽ വീക്കിലി ലെവൽസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ട്രേഡ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റിലേക്ക് പോവാം. ഇന്ത്യ മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം കുറച്ച് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൈഡേ കൊടുത്ത ലെവൽസാണ്, 1 മിനിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് 1 മിനിറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, കാരണം വോളിയം പ്രൊഫൈലിൻ്റെ എല്ലാ ദിവസവും വോളിയം പ്രൊഫൈലിൻ്റെ സ്റ്റുഡൻസിന് ഞാൻ എല്ലാ ദിവസവും രാത്രി ലെവൽസ് കൊടുക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത് ലേറ്റ് ആക്കാറുള്ളൂ. ഓക്കെ, മോർണിംഗിൽ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ ലെവലിൻ്റെ മേലെ നമുക്ക് ബൈ ആക്റ്റീവാണ്, ഇതിൻ്റെ താഴെ നമുക്ക് സെൽ ആക്റ്റീവ് ആയിരിക്കും മാർക്കറ്റിൽ. 1 മിനിറ്റ് ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഏകദേശം 218
ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2 ട്രേഡ് എടുക്കുന്നവർക്ക് SL എത്രയാണ്? 210. 8 പോയിൻ്റാണ് SL വരുന്നത്. അത് ഇത്രയും ഹെവി പ്രീമിയം ആയതുകൊണ്ടാണ് 200 രൂപയുടെ. അപ്പോൾ 100 രൂപയുടെ പ്രീമിയം ആണെങ്കിൽ ഏകദേശം 6 പോയിൻ്റൊക്കെയാണ് SL ആയിട്ട് വരുന്നത്. ഓക്കെ, ലെവലിൻ്റെ മേലെ എത്ര പോയിൻ്റ് മൂവ് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 173 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8 പോയിൻ്റ് റിസ്ക് എടുത്തിട്ട് 170 പോയിൻ്റ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള പോയിൻ്റാണ്, ഹെവി ആയിട്ടുള്ള പ്രോഫിറ്റാണ് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് മുഴുവനായിട്ട് കിട്ടി എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഹാഫ് പിടിച്ച് കഴിഞ്ഞാൽ പോലും ഓക്കെ, നിങ്ങൾ 8 പോയിൻ്റ് റിസ്ക് എടുത്തിട്ടാക്കി 80 പോയിൻ്റ് അല്ലെങ്കിൽ 50 പോയിൻ്റ് പിടിച്ച് കഴിഞ്ഞാലും അത് ചെറിയ പോയിൻ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതിനുശേഷം പുട്ടിൻ്റെ ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. പുട്ടിൻ്റെ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും രാത്രി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, ലെവലിൽ ഇതാണ് നമ്മൾ ലെവൽ ഉണ്ടായത്. ഇതിൻ്റെ താഴെയാണ് നമുക്ക് നെഗറ്റീവ് വന്നു. വാഷ്കത്ത് എന്ത് ചെയ്തു? ഇവിടെ വന്നു 141 വന്നു, 146 വരെ പോയി. നമ്മളെ SL എന്ന് പറയുന്നത് ഏകദേശം എത്ര എന്നാണ്? ഏകദേശം 3-3.5 പോയിൻ്റാണ് നമ്മുടെ SL വരുന്നത് പുട്ടിൻ്റെ ലെവൽ. ഓക്കെ, ഇവന്തോ ഇവിടെ ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ SL അടിച്ച് എത്ര പോയിൻ്റാണ്? ഏകദേശം 4 പോയിൻ്റ്. ആ 4 പോയിൻ്റ് ഈസി ആയിട്ട് ഇവിടുന്ന് റിക്കവർ ആക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ? ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. 67 പോയിൻ്റാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ പ്രീമിയം എന്താണ്? ഇത് വെള്ളിയാഴ്ചത്തെയാണ്. 138 പ്രീമിയം. അത് ഒറ്റയടിക്കാൻ തീർക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും താഴെ 67 പോയിൻ്റ് മാത്രം പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പുട്ട് എടുത്തു, നിങ്ങൾക്ക് SL അടിച്ചു, 3 പോയിൻ്റ് 4 പോയിൻ്റ് SL അടിച്ചു. ഇതിൻ്റെ താഴെ നിങ്ങൾക്കൊരു C മേടിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല എത്രത്തോളം പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നു അല്ലേ? ഇത് എത്രാമത്തെ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ഓക്കെ, 9.27 ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. 9.27 നിങ്ങൾ C എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമില്ല. അവിടെ മാത്രം SL വെച്ചാൽ മതി, വലിയ SL ഒന്നും വെക്കണ്ട. കറക്റ്റ് ആ ലെവലിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് മേലെ എക്സിറ്റ് ആയാൽ മതി. 9.27 എവിടെയാണ്? 9.27 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ക്യാൻഡിൽ വരുന്നത് അല്ലേ? 245 ഓക്കെ, ഇവിടെ മതി. 245 312 വരെ പോയിട്ടുണ്ട്. 60-70 പോയിൻ്റ് പോയിട്ടുണ്ട്. 3 പോയിൻ്റ് SL വരെ 70 പോയിൻ്റ് എന്ന് പറയുന്നത് ചില്ലറ പ്രോഫിറ്റ് ആണോ? അല്ല, ഒരിക്കലും അല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ള കാര്യങ്ങൾ. ഇത് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ലെവൽസ് വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ല വീഡിയോ ചെയ്യാതിരുന്നത്. നമുക്ക് ടൈമിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആഴ്ച കൊടുത്ത എല്ലാ ദിവസവും, കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും കൊടുത്ത ലെവൽസ്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത എല്ലാ ലെവൽസും ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു ലെവൽ പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. SL അടിച്ച ട്രേഡ് ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ പറയാറുണ്ട്. ഒരു ട്രേഡ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ യൂട്യൂബിൽ വന്ന് പറയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം തിരക്കായതുകൊണ്ട് മാത്രമാണ് ഇടാതിരുന്നത്. ഇതായിരുന്നു വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമൻറ്റിൽ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. വീക്കിലി ലെവൽ നാളെ ട്രേഡ് വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ നാളെ കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മീൻസ് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ നാളെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ തിങ്കളാഴ്ചത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നാളെ നൈറ്റിൽ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വോളിയം ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി വോളിയം പ്രൊഫൈൽ പഠിച്ച് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. സാധാരണ ആളുകളെ പോലെ ജസ്റ്റ് ഒരു അഡ്മിനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 2 ദിവസം 3 ദിവസം അപ്ഡേറ്റ് തന്നിട്ട് പോയിട്ട് അടുത്ത മാസം അല്ല അടുത്ത വർഷങ്ങൾ പുതിയ കോഴ്സ് പഠിപ്പിക്കുന്ന പരിപാടിയല്ല. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഗ്രൂപ്പ് 2 വർഷത്തിന് മേലെയായി റണ്ണിങ്ങിൽ. ടെലിഗ്രാമും വാട്സപ്പും നമ്മൾ വോളിയം പ്രൊഫൈൽ മാത്രമാണ് നോക്കുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.